ഹൈന്ദവ സമാജം ഒന്നിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ കേരളത്തിലുള്ളൂവെന്ന് ചിന്മയ മിഷൻ മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി. ഇടനീർ മഠത്തിൽ ക്ഷേത്ര ഏകോപന സമിതിയുടെ കാസർഗോഡ് ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ഹൈന്ദവ സമാജം ഒന്നിച്ചു നിന്നാൽ കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് ചിന്മയ മിഷൻ കേരള ഘടകം മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി അഭിപ്രായപ്പെട്ടു. എടനീർ മഠം ഭാരതി കലാസദനത്തിൽ നടന്ന ക്ഷേത്ര ഏകോപന സമിതിയുടെ കാസർഗോഡ് ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ നയമാണ് തുടർന്നു വന്ന രാഷ്ട്രീയക്കാരും കേരളത്തിൽ ചെയ്തത്. വോട്ട് ബാങ്കിനു വേണ്ടി ഹിന്ദുക്കളെ ഭിന്നിപ്പിച്ച് നിർത്തി സമുദായത്തെ തമ്മിലടിപ്പിക്കാനാണ് ഇപ്പോഴും രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നതെന്നും സ്വാമിജി കുറ്റപ്പെടുത്തി. ഓരോരുത്തരും നമ്മുടെ സംസ്കൃതിയെ സംരക്ഷിക്കണം, നമ്മുടെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കണം, നമ്മുടെ ആചാരങ്ങളും വിചാരങ്ങളും അതിൻ്റെ മേൽ ഇവിടെ നമ്മുടെ മാനപ്പെട്ട ഷാജി പറഞ്ഞതുപോലെ അതിനെപ്പറ്റി ആധികാരികമായിട്ട് ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ തള്ളേണ്ടതിനെ തള്ളാനും കൊള്ളേണ്ടതിനെ കൊള്ളാനും ഹൈന്ദവാചാര്യന്മാരുണ്ട്. അല്ലാതെ അതിന് രാഷ്ട്രീയ ഭിക്ഷാന്തഹികൾക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക്, കക്ഷിരാഷ്ട്രീയ നേതാക്കൾക്ക് അവർക്ക് യാതൊരു അവകാശവും അധികാരമില്ല. ഇല്ലാത്ത അധികാരവും അവകാശവുമാണ് ഇന്ന് അവർ ഏറ്റെടുത്ത് ഹൈന്ദവ ധ്വംസനം നടത്തുന്നത്. അപ്പം ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ചടങ്ങിൽ ഹിന്ദു ഐക്യവേദി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് SP ഷാജി അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. നാം ഹിന്ദു എന്ന് പറയുമ്പോൾ അതിന് കേവലം ഒരു മതപരമായ അർത്ഥമല്ല കേട്ടോ, അതൊരു വിശാലമായ ഒരു സാംസ്കാരികമായ ഒരു അടിത്തറയാണ്, സാംസ്കാരികമായ ഒരു ധാരയാണ്. ഇത് ഇല്ലാതാക്കണമെന്നാണ് ഇവിടെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൂടിയിട്ടുള്ള പല ആളുകൾക്കും പല രാഷ്ട്രീയം ഉണ്ടാവും, ആശയ ആദർശങ്ങളിൽ വിയോജിപ്പുകൾ ഉണ്ടാവും. സ്വാമിജി പറഞ്ഞതുപോലെ ജാതീയപരമായി നാം വ്യത്യസ്തമായ ജാതികൾപ്പെട്ടയാളാണ്. പക്ഷെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ജാതിക്കും വർഗത്തിനും വർണ്ണത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായ ഒരു കൂട്ടായ്മയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടായ്മ ആവണം എന്നാണ് ഹിന്ദു ഐക്യവേദി ആഗ്രഹിക്കുന്നത്. ശിവഗിരി മഠം സ്വാമി പ്രേമാനന്ദ അനുഗ്രഹ ഭാഷണം നടത്തി. നീലേശ്വരം കോവിലകത്തെ KC മാനവർമ്മരാജ തന്ത്രി ബ്രഹ്മശ്രീ വിഷ്ണുവാശ്ര, കേശവാചാര്യ തന്ത്രി, പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രം സ്ഥാനികൻ കപ്പടക്കാൽ കുഞ്ഞിക്കണ്ണൻ നായത്താർ, എടനീർ മഠം മാനേജർ രാജേന്ദ്ര കല്ലൂരായ, ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി ഗോവിന്ദൻ മാസ്റ്റർ, വർക്കിംഗ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട്, വൈസ് പ്രസിഡന്റ് രാമഗുരുസ്വാമി ഉദയഗിരി, യാദവ സഭ അഖിലേന്ത്യാ സെക്രട്ടറി അഡ്വക്കേറ്റ് രമേശ് യാദവ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്ദുലേഖ കരിന്തളം, അഖില കേരള ക്ഷേത്ര ദേവസ്വം ഊരാളസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വാസുദേവൻ മല്ലിശ്ശേരി, തീയ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഗണേശൻ അരമങ്ങാനം, അഖില ഭാരത് കോലി സമാജ് ദേശീയ സമിതി അംഗം സുരേഷ് കീഴൂർ, ചന്ദ്രൻ കാരണവർ, നാരായണ കാരണവർ തുടങ്ങിയവർ സംസാരിച്ചു. രാജൻ മൊളിയാർ സ്വാഗതവും രാജൻ കൊയങ്കര നന്ദിയും പറഞ്ഞു. ജില്ലയിൽ ഇക്കേരി നായ്ക്കൻ പണിതീർത്ത പോവൽക്കോട്ടയും ആരിക്കാടിക്കോട്ടയും ഇവയുടെ സംരക്ഷണത്തിനായി നിർമ്മിച്ച ക്ഷേത്രങ്ങളുമെല്ലാം ജീർണാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയ യോഗം ഇവയുടെ സംരക്ഷണം ഹിന്ദു സമൂഹം ഏറ്റെടുക്കണമെന്നും പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്തു. സമിതിയുടെ മുഖ്യ രക്ഷാധികാരികളായി ഇടനീർ മഠം സ്വാമി സച്ചിദാനന്ദ ഭാരതികളെയും ചിന്മയ മിഷൻ സ്വാമി വിവിക്താനന്ദ സരസ്വതിയെയും, പ്രസിഡന്റായി ഗണേശൻ അരമങ്ങാനത്തെയും ജനറൽ സെക്രട്ടറിയായി രാജൻ കൊയങ്കരയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.